പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മലനാഥയുടെ അരിമമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി കായൻ്റെ മേൽ ഒരു മുദ്ര പതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 15-ാം വാക്യം. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നതിൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായൻ്റെ മേൽ കൈ വയ്ക്കാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ എന്നേക്കും ഒരു അടയാളം പതിച്ചു. കായൻ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തന്നെ വധിക്കും, ഉപദ്രവിക്കും, കർത്താവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവനാണ് എന്നൊക്കെയുള്ള കുറ്റബോധവും നിരാശയും ഉത്കണ്ഠയും ഒക്കെ ആ മനുഷ്യനുണ്ടായിരുന്നു. അതുവശമാണ് പറയുന്നത്, ഞാനിനി എങ്ങനെ എവിടേക്ക് പോകും? കാണുന്നവരെല്ലാം എന്നെ വധിച്ചു കളയും. അപ്പോഴാണ് കർത്താവ് പറയും, ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്നിട്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരടയാളം, ഒരു മുദ്ര കൈനിമേൽ പതിക്കുകയാണ്. അത് തൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ അടയാളമായിരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരുവുത്തിരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാനാവും ഒരു പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും, അത് മാതൃവാത്സല്യത്തിൻ്റെയും മാതൃസംരക്ഷണത്തിൻ്റെയും അടയാളമായി ഒരു പ്രത്യേകമായ ചിഹ്നം, അടയാളം, മുദ്ര മാതാവ് നൽകുന്നതാണ് ഈ തിരുവുത്തിരിയം. അതുകൊണ്ടാണ് ഈ ഉത്തിരിയം മാതാവ് പറഞ്ഞത് ഒരു അടയാളമായിട്ട് നമുക്ക് നൽകുന്നത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളം, മാതൃവാത്സല്യം എന്ന് നമ്മോടുകൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു ഉറപ്പായും അച്ചാരമായും അടയാളമായും ഈ ഉത്തിരിയം മാതാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്. ആ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നതാണ് നമ്മൾ ധരിക്കുന്ന ഈ തിരുവുത്തിരിയം. യേശുവിൻ്റെ അമ്മ എൻ്റെയും അമ്മ. യേശു തൻ്റെ അമ്മയെ എനിക്ക് അമ്മയെ നൽകിയിരിക്കുന്നു. ആ അമ്മ എന്നെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു, തന്നെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ അടയാളമാണ് അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മളൊക്കെ ധരിക്കുന്ന ഈ തിരുവുത്തിരിയം. അപ്പോൾ മാതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്, മാതാവ് എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതോടൊപ്പം മാതാവ് എന്നെ വ്യക്തിപരമായി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അറിയുന്നു, എന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ അടയാളമാണ് അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഈ തിരുവുത്തിരിയും. മാതാവ് പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ചും അന്ധകാര പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകുവാൻ പ്രത്യേകമായി നമ്മെ കടാക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന തിരുവുത്തിരിയും. അപ്പോൾ എന്നെ എൻ്റെ അമ്മ നിരന്തരം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേക്കുറിച്ച് പറയുന്നത്, അമ്മ തൻ്റെ 2 കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് നമ്മുടെ പുറത്തും മറ്റു നമ്മുടെ മാറിലും വച്ചുകൊണ്ട് നമ്മെ നിരന്തരമായി സംരക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് വാസ്തവത്തിൽ ഈ വെന്തിഞ്ഞ് ധരിക്കുമ്പോൾ, വെന്തിഞ്ഞിയുടെ 2 തട്ട് നമ്മുടെ മാറിലും പുറത്തുമായി കിടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടേണ്ടത്. അമ്മ നമ്മെ സ്നേഹിക്കുന്നു, തൻ്റെ കരങ്ങളിൽ പൊതിഞ്ഞ് നമ്മെ സംരക്ഷിക്കുന്നു. ഇനി ഇത് മറ്റൊരടയാളമാണ്, ഞാൻ മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ് എന്നതിൻ്റെ അടയാളമാണ് ഈ തിരുവുത്തിരിയും. അപ്പം ഞാൻ എൻ്റേതല്ല,
എന്നെ തന്നെ പൂർണ്ണമായും മാതാവിന് അടിയറവച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ നമ്മെ സ്വന്തമായി സ്വീകരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റേതല്ലായി തീർന്നു. അടിമ സമർപ്പണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടിമയ്ക്ക് തൻ്റെ മേൽ തന്നെ അവകാശമൊന്നുമില്ല. എല്ലാം യജമാനത്തിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുപോലെ മാതാവിന് ഞാൻ പ്രതിഷ്ഠിതനാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല. മാതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക, മാതാവ് എന്ത് ആവശ്യപ്പെടുന്നുവോ അത് നിറവേറ്റുക. പൂർണ്ണമായും എൻ്റെ ഹിതമല്ല, അമ്മയുടെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഞാൻ ജീവിക്കും എന്നിങ്ങനെയൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ആത്മപ്രതിഷ്ഠയുടെ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഈ ഉത്തരീയം. അതുകൊണ്ടാണ് വിശുദ്ധ 12-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞത്, മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഈ തിരുവുത്തിരിയം. എൻ്റെ സ്വന്തം അമ്മ, അമ്മയുടെ സ്വന്തം മകൻ. ഈ ഉത്തിരിയം ധരിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഏറ്റു പറയുന്നതാണ്, അമ്മേ, അങ്ങ് എൻ്റെ സ്വന്തം അമ്മയാണ്. ഞാൻ പൂർണ്ണമായും അങ്ങയെ എൻ്റെ അമ്മയായി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണമായും അമ്മയുടെ സ്വന്തമാണ്. അമ്മയുടെ സ്വന്തം മകനെന്ന നിലയിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നോട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അങ്ങേ തിരുമുമ്പിൽ, അങ്ങേ തൃപാദത്തിങ്കൽ അടിയറ വയ്ക്കുന്നു. അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ്. ഞാൻ അമ്മയുടെ സ്വന്തം മകനാണ്. ഉണ്ണിയേശുവിനെ മടിയിൽ കിടത്തിക്കൊണ്ട് അമ്മ അവിടുത്തെ കണ്ണുകളിലേക്കും വാത്സല്യത്തോടെ നോക്കിയ പോലെ എന്നെ അവിടുന്ന് നോക്കുന്നു. ഒരമ്മ ഏറ്റവും വാത്സല്യത്തോടുകൂടെ മകനെ നോക്കുന്ന ഒരു രംഗമാണ് സ്വന്തം മടിയിൽ കിടത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കുഞ്ഞ് ചിരിക്കുകയും ആനന്ദം നിർവൃതിയിൽ ആരാടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം, അമ്മയുടെ ഏറ്റവും വലിയ നിർവൃതിയുടെ നിമിഷങ്ങളാണത്. പ്രിയപ്പെട്ടവരെ, അന്ന് ഉണ്ണിയേശുവിനെ മടിയിൽ കിടത്തി അമ്മ താലോലിച്ചതുപോലെ ആ കണ്ണുകളിലേക്ക് സ്നേഹപൂർവ്വം ഉറ്റുനോക്കിയതുപോലെ ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഈ സ്വർഗീയ അമ്മ മടിയിൽ കിടത്തി ലാളിക്കുകയും സന്തോഷിപ്പിക്കുകയും ഏറ്റവും വാത്സല്യത്തോടുകൂടെ നമ്മളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ മാതൃവാത്സല്യം യാതൊരു തടസ്സവും കൂടാതെ നമ്മിലേക്ക് കടന്നു വരുവാൻ, ഒഴുകി വരുവാൻ അമ്മ നമുക്കായി അവിടുത്തെ സ്നേഹം ചൊരിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വലിയ അനുഭവമാണ് നമ്മൾ കൂടെ കൂടെ ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ അമ്മയുടെ കരങ്ങളിലാണ്, അമ്മയുടെ മടിത്തട്ടിലാണ്, അമ്മയുടെ മാരളത്തിലാണ്. അമ്മ എന്നെ നോക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ വാത്സല്യപൂർവ്വം തന്നെ മാറോട് ചേർത്ത് അണയ്ക്കുന്നു. അതിൻ്റെയൊക്കെ ശക്തമായ അടയാളമാണ് നാം ധരിക്കുന്ന തിരുവുത്തിരിയം. ഈ ഉത്തിരിയത്തെ നമ്മൾ അടയാളം എന്ന് പറയാറുണ്ട്. അടയാളം എന്ന പദം പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഭയിൽ കൂദാശയുടെ നിർവചനം നോക്കിയാൽ അവിടെ വളരെ പ്രത്യേകമായ ശക്തിയോടുകൂടെ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത് നിർവചനം ഇങ്ങനെയാണ്: നമ്മെ വിശുദ്ധീകരിക്കുന്നതിനായി നമുക്ക് അദൃശ്യമായ ദൈവവരപ്രസാദം നൽകുന്നതിനായി യേശുമിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് കൂദാശ. കൂദാശ മൊത്തത്തിൽ ഒരു അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ അടയാളം
എന്തിനെങ്കിലും സൂചിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന അടയാളം നമ്മുടെ ആത്മാവിൽ കർത്താവ് വർഷിക്കുന്ന അദൃശ്യമായ അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അനുഗ്രഹങ്ങൾ അദൃശ്യമാണ്, പക്ഷേ യഥാർത്ഥമാണ്. നമ്മളത് യഥാർത്ഥത്തിൽ നിറവേറുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ അദൃശ്യമായ വരപ്രസാദം നമുക്ക് നൽകുന്നതിനായി ഈശോ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമുണ്ട്, കാണപ്പെടുന്ന അടയാളം. കാണപ്പെടാത്ത അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ഈശോ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളം, അതാണ് കൂദാശ. നമ്മൾ ഏറ്റവും പ്രകടമായി ഈ നിർവചനം വ്യക്തമായി നിറവേറിയിരിക്കുന്ന ഒരു കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാന സൂചിപ്പിക്കുന്നത് ഒന്ന് അടയാളം. എന്തിന് സൂചിപ്പിക്കുന്നു? അപ്പമാണ് ആത്മീയമായ പോഷണത്തെയും സംരക്ഷണത്തെയും ജീവനെയും ഒക്കെ സൂചിപ്പിക്കുന്ന അടയാളം. അപ്പം അതിന് സൂചകം എന്ന് വേണമെങ്കിൽ പറയാം. സൂചിപ്പിക്കുന്ന വസ്തു അത് അപ്പമാണ്. പരിശുദ്ധ കുർബാനയിലെ ഈ അടയാളമായ അപ്പം എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇനി രണ്ടാമത് സൂചിതം, സൂചിപ്പിക്കപ്പെടുന്ന യാഥാർത്ഥ്യം, അത് ദൈവിക ജീവനാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു. ആ ദൈവിക ജീവൻ പോഷിപ്പിക്കപ്പെടുന്നതും നിലനിർത്തപ്പെടുന്നതും വളർത്തിയെടുക്കുന്നതുമൊക്കെ ഈ കൂദാശയാണ്, പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന അതിശക്തമായ അടയാളമാണ് അവിടുന്ന് നൽകിയിരിക്കുന്ന അപ്പം. ശരീരത്തിൻ്റെ ജീവൻ അപ്പം നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് പോലെ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച ആത്മീയ ജീവൻ നിലനിർത്തുവാനും വളർത്തുവാനുമായി ഈശോ നൽകിയിരിക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാനയാവുന്ന അപ്പം. ഇനി ഇത് അവിടുന്ന് സ്ഥാപിച്ചത്, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ അവിടെ പ്രധാനമായി 3 കാര്യങ്ങൾ: സൂചിപ്പിക്കപ്പെടുന്ന അപ്പം, സൂചിപ്പിക്കുന്ന അപ്പം, സൂചിപ്പിക്കപ്പെടുന്ന ദൈവിക ജീവൻ, അത് സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ. ഇങ്ങനെയാണ് കൂദാശ അടയാളമായി നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. കൂദാശ ഒരു അടയാളമാണ്, അദൃശ്യമായ അനുഗ്രഹങ്ങളുടെ അടയാളമാണ്. ഈശോ സ്ഥാപിച്ചതാണ് ഈ അടയാളം. ഇനി നമ്മൾ വിശുദ്ധ ഉത്തരീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവ് നമുക്ക് നൽകുന്ന അദൃശ്യ കൃപകളാണ് മാതൃവാത്സല്യവും മാതൃസംരക്ഷണവും. മാതാവിൻ്റെ സംരക്ഷണം, മാതാവിൻ്റെ പ്രത്യേകമായ വാത്സല്യം, സ്നേഹം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് മാതാവ് നൽകിയിരിക്കുന്ന ഈ അടയാളം. നമ്മൾ ധരിക്കുന്ന ഉത്തിരിയും. ഉത്തിരിയും ഒരു അടയാളമാണ്. യാഥാർത്ഥ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാനും സ്പർശിക്കുവാനും ഒന്നും സാധിക്കാനാവാത്ത ഇന്ദ്രിയങ്ങൾക്ക് അതീതമായൊരു ദൈവിക സത്യമാണ്. അതാണ് അമ്മയുടെ മാതൃവാത്സല്യവും സംരക്ഷണവും. ഇത് നമുക്ക് നൽകുവാൻ മാതാവ് ഉപയോഗിക്കുന്ന ദൃശ്യമായ അടയാളമാണ് വെന്തീഞ്ഞ. അതുകൊണ്ട് സാധാരണ പറയുന്നത് കൂദാശകൾ യേശു സ്ഥാപിച്ചു. കർത്താവിൻ്റെ പ്രത്യേകമായ ശക്തി ഈ കൂദാശകളെ സൂചിപ്പിക്കുന്നു, അന്വർത്ഥമാക്കുന്നു. സൂചിപ്പിക്കുക മാത്രമല്ല, വാസ്തവത്തിൽ അത് നമുക്ക് നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും ഈ വെന്തിഞ്ഞ് 2 രോമത്തട്ടും അതിനെ തമ്മിൽ ബന്ധിക്കുന്ന ചരടും ഇത് എടുത്ത് അടയാളമായി നമുക്ക് നൽകുകയാണ്.
എൻ്റെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ഞാൻ ചെയ്യുന്ന കൃപകളുടെയൊക്കെ അടയാളമായി ഈ വെന്തീഞ്ഞ് നീ ധരിക്കുക. നമ്മൾ സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ, നന്ദിയോടുകൂടെ ഈ അടയാളം, അമ്മ നൽകുന്ന സ്നേഹത്തിൻ്റെ അടയാളം സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഇത് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് മാതൃവാത്സല്യം, പ്രത്യേകമായ സ്നേഹവാത്സല്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ വസ്ത്രം, തൻ്റെ തന്നെ വസ്ത്രം അമ്മ നൽകുന്നത്. ഇത് എൻ്റെ വസ്ത്രമാകുന്നു. മാതാവിന് പ്രിയപ്പെട്ട വസ്ത്രമാണിത്. നമുക്കൊരിക്കലും ഈ വസ്ത്രം വാങ്ങുവാനോ ഇത് ധരിക്കുവാനോ നമ്മിൽ തന്നെ യോഗ്യതയില്ല. പക്ഷെ മാതാവിൻ്റെ ഔദാര്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, നമ്മുടെ പ്രത്യേകമായ വാത്സല്യം കൊണ്ട് ഇത് നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് അണിയുവാൻ നമ്മെ അനുവദിക്കുന്നു. അപ്പോൾ എൻ്റെ വസ്ത്രമാകുന്നു. ഇത് മാതാവിന് പ്രിയപ്പെട്ട വസ്ത്രമാണ്. മാതാവിന് പ്രിയപ്പെട്ട വസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ ഒന്ന് ധ്യാനിച്ചു നോക്കുക. കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ മേലും ആ വസ്ത്രത്തിന്മേലും വീഴുന്നുണ്ട്. യേശുവിൻ്റെ രക്തം കൊണ്ട് ആ വസ്ത്രം നനയുകയാണ്. അതോടൊപ്പം മാതാവിൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന, ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരുകൾ, രക്തക്കണ്ണുനീരെന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് തന്നെ ഹൃദയം യേശു അനുഭവിക്കുന്ന വേദനകളും യാതനകളും പീഡനങ്ങളും സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹൃദയം പൊട്ടിയാലെന്ന വണ്ണം രക്തകലുഷിതമായ കണ്ണുനീരാണ് മാതാവ് അവിടെ ചൊരിയുന്നത്. ആ കണ്ണുനീരും ഈ അമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ വീഴുന്നുണ്ട്. എൻ്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുന്നത് നല്ലതാണ്. ഉദ്രയത്തിൻ്റെ ശക്തി അതാണ്. നമ്മൾ പലപ്പോഴും പറയാണ്ട് എന്തിനാണ് വെന്തിഞ്ഞ ഇത്ര വലിയ പ്രാധാന്യം, ഇത്ര വലിയ ശക്തി, അതിനെവിടെ നിന്ന് കിട്ടുന്നു? രണ്ട് റോമ തുണികളല്ലേ, രണ്ട് ചെറു ചരടല്ലേ, അതിലപ്പുറം അതിലെന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ഓർക്കുക, ഇത് മാതാവിൻ്റെ വസ്ത്രമാണ്, ഇതെൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതാവ് നൽകിയത്. ആ അമ്മയുടെ വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ രക്ഷാകര ശക്തിയിൽ പങ്കെടുത്ത ഒരു ദിവ്യ വസ്ത്രമാണ് പരിശുദ്ധ അമ്മ ധരിക്കുന്ന വസ്ത്രം. ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അമ്മ ഫാത്തിമയിലും ലൂദിലും പ്രത്യക്ഷം നൽകുവാൻ തീരുമാനിച്ചത്. അതൊക്കെ നമ്മൾ ഈ സംഭവങ്ങളും ഈ സത്യങ്ങളുമൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ഒത്തിരിയും ധരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് വളരെയേറെ ആത്മീയമായ ആനന്ദവും സന്തോഷവുമൊക്കെ നൽകുവാൻ ഇടവരുന്നതാണ്. തിരുരക്തത്തിൻ്റെയും രക്തകണ്ണുനീരിൻ്റെയും യോഗ്യതകൾ നമ്മിലേക്ക് ഒഴുക്കുന്ന തിരുവസ്ത്രമാണ് വെന്തീഞ്ഞ. ഈ രീതിയിൽ വേണം നമ്മൾ വെന്തീഞ്ഞയെ മനസ്സിലാക്കുവാൻ, വെന്തീഞ്ഞയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, അതിൻ്റെ ആത്മീയമായ ശക്തി മനസ്സിലാക്കുവാൻ. ഇത്രയ്ക്ക് വിലപ്പെട്ട വസ്ത്രം നമുക്ക് നൽകിയതിനെ ഓർത്ത് എത്രയും പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തെ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടതാണ്. എത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയും എത്രയ്ക്ക് വിശ്വാസത്തോടുകൂടെ ഈ ഉത്തരം സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അത്രയ്ക്കും ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി മാതൃസ്നേഹത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മാതൃ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. പിശാചിൻ്റെ കെണികളിലും പ്രലോഭനങ്ങളിലും നിന്ന് നമുക്ക് സംരക്ഷണം നൽകുവാനാണ് മാതാവ് ഒത്തിരി നൽകിയിരിക്കുന്നത്. ഇതൊരു സംരക്ഷണത്തിൻ്റെ വസ്ത്രമാണ്, കവചമാണ്. ഈ സംരക്ഷണം നൽകിയിരിക്കുന്നത് പ്രത്യേകമായി ഇതാണ്: പിശാചിൻ്റെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുവാൻ, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ച സംരക്ഷണത്തിൻ്റെ കവചമാണ് ഈ തിരുവുത്തിരിയും. ഒത്തിരിയും അത്ഭുതകരമായ സംരക്ഷണ കവചമാണ്. സാധാരണ പറയുന്നത് പടയാളികൾ പണ്ടത്തെ ആ രീതി അനുസരിച്ച് യുദ്ധത്തിന് പോകുമ്പോൾ അന്ന് അമ്പും
വാളും കുന്തവും ഒക്കെയാണ്, കല്ലുകളും ഇതൊക്കെയാണ് ഈ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ശത്രുക്കൾ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഇതിനെയൊക്കെ തടഞ്ഞു നിൽക്കുവാനും ചെറുത്ത് നിൽക്കുവാനും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനുമാണ് കവചം, പടയാളികൾ ധരിക്കുന്ന രക്ഷാകവചം. ലോഹം കൊണ്ടുണ്ടാക്കിയ, തകിട് കൊണ്ടുണ്ടാക്കിയ ഒരു കവചം കൊണ്ട് ശരീരം മുഴുവൻ പൊതിയും. അപ്പോൾ അമ്പും വാളും കുന്തവും ഒക്കെ തടഞ്ഞു നിർത്താൻ ഈ ലോഹ കവചത്തിന് സാധിക്കുന്നു. അതുപോലെയാണ് നമുക്ക് ആത്മീയമായ രംഗത്ത് നിരന്തരമായ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് കവചമായി മാതാവ് ഈ ഉത്തരീയം നൽകുന്നത്. അന്ധകാര പൈശാചിക ശക്തികളാണ് നമുക്കെതിരെ അണിനിരക്കുന്ന, ഭയാനകമായ രീതിയിൽ നിലനിൽക്കുന്ന പടയാളികൾ. അവർ നമുക്ക് നേരെ തൊടുത്തുവിടുന്ന പ്രത്യേകം അവരുടെ ആയുധങ്ങൾ, അതും നമുക്ക് സാധാരണ നിലയിൽ ചെറുത്തു നിൽക്കുവാൻ സാധിക്കാതെ പോകത്തക്ക വിധം ശക്തമായതാണ്. പക്ഷേ ഈ കവചം അമ്മ നമുക്ക് നൽകുമ്പോൾ ഈ കവചം ഉപയോഗിച്ച് ഈ ശത്രുവിൻ്റെ ആക്രമണങ്ങളെല്ലാം ചെറുത്ത് നിൽക്കുവാൻ, പ്രതിരോധിക്കുവാൻ നമ്മൾ ശക്തിയുള്ളവരായിത്തീരുന്നു. പിശാചിൻ്റെ എല്ലാത്തരം തന്ത്രങ്ങളെയും വകഞ്ഞു മാറ്റി സുരക്ഷിതരായി ഈ പോർക്കളത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്ന അതിശക്തമായ സംരക്ഷണ കവചമാണ് ഈ വെന്തീഞ്ഞ. ഒത്തിരിയും അത്ഭുതകരമായ സംരക്ഷണ കവചമാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അവരുടെ ആയുധങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാനാണ് യുദ്ധകളത്തിൽ പടയാളികൾ ലോഹനിർമ്മിതമായ പടച്ചട്ടകൾ ധരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആധ്യാത്മിക രംഗത്ത് പിശാചിൻ്റെ ആയുധങ്ങളെ നിർവീര്യമാക്കുവാൻ പരിശുദ്ധാമ്മ നമ്മെ ധരിപ്പിക്കുന്ന രക്ഷാ കവചമാണ് ഉത്തരീയം. യുദ്ധകളത്തിലേക്ക് പ്രത്യേകിച്ചും അന്ധകാര പൈശാചിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിനായി അമ്മ നമ്മെ ഒരുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മെ ഏൽപ്പിക്കുന്നത്. ഒന്ന് ജപമാല, രണ്ട് തിരുവുത്തിരിയും. യുദ്ധകളത്തിലേക്ക് വന്ന് പടയാളികൾ ധരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കവചവും ആയുധവും. എടുത്തു പ്രയോഗിക്കുവാനുള്ള ആയുധം സ്വയം മറച്ചുകൊണ്ട് സുരക്ഷിതത്വം നൽകുവാൻ ഉപകരിക്കുന്ന പടച്ചട്ടയും. നമ്മൾ ജപമാലയെ ആയുധമായിട്ട് ഉപയോഗിക്കണം. ജപമാല കയ്യിലെടുത്ത് ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായി നമ്മുടെ ഹൃദയത്തെ മാതാവിൻ്റെ പക്കലേക്ക് ഉയർത്തുമ്പോഴാണ് അത് നമ്മൾ ആയുധ പ്രയോഗം നടത്തുന്നത്. ഈ ജപമാല എടുത്ത് കഴുത്തിലിട്ടതുകൊണ്ടോ കയ്യിൽ ഇങ്ങനെ തണ്ടയിൽ ചുറ്റിയിട്ടതുകൊണ്ടോ ഒന്നും ഈ ഉദ്ദേശം സാധിക്കുന്നില്ല. സാധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. ജപമാല ജപിക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരിയും ധരിക്കാനുള്ളതാണ്. കാരണം കവചം നമ്മൾ ധരിക്കണം. കവചം ധരിക്കാതെ ശത്രുപാളയത്തിലേക്ക് പോകുന്നത് അപകടകരമാണ്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ഓർമ്മിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഖഡ്ഗം, വാള്, കുന്തം, അതാണ് ജപമാല. നമുക്ക് തന്നിരിക്കുന്ന അതിശക്തമായ ലോകനിർമ്മിതമായ പടച്ചട്ടയാണ് നമുക്ക് തന്നിരിക്കുന്ന ഉത്തിരീയം. ഇത് രണ്ടും യഥാവിധി നമ്മൾ കരുതി അതെടുത്ത് പ്രയോഗിക്കുന്നുവെങ്കിൽ, ജപമാല ആയുധമായും ഉത്തിരീയം കവചമായും നമ്മൾ ധരിക്കുന്നുവെങ്കിൽ, തീർച്ചയായും അമ്മയുടെ സംരക്ഷണത്തിൽ നമുക്ക് അടിമതരാതെ, തോൽവി സംഭവിക്കാതെ വിജയശ്രീലാളിതരായി ഈ യുദ്ധരംഗത്ത് മുന്നേറുന്നതിന് സാധിക്കും. അപ്പോൾ പ്രലോഭനങ്ങൾ ജയിച്ചടക്കാൻ, ആപത്തുകൾ തരണം ചെയ്യാനും, ദുർഘടങ്ങളെയും വ്യഥകളെയും മറികടക്കുവാനും അമ്മ നമുക്ക് നൽകുന്ന ശക്തമായ ഈ വെന്തീഞ്ഞ സന്തോഷത്തോടുകൂടി, നന്ദിയോടുകൂടി
ആദരവോടുകൂടെ സ്വീകരിക്കുവാൻ, അത് ധരിച്ചുകൊണ്ട് മാതാവിൻ്റെ മക്കളാണ്, മാതാവിന് പ്രത്യേകമായ സംരക്ഷണം എനിക്കുണ്ട്, ഞാൻ മാതാവിൻ്റേതാണ്, അമ്മ എൻ്റെ അമ്മയാണ് എന്നുള്ള അഭിമാനത്തോടും ധൈര്യത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആത്മീയമായ പോരാട്ടത്തിൽ അങ്ങ് ഞങ്ങളെ കൈവിട്ട് കളയുന്നില്ല എന്നതിന് ഉറപ്പാണ് അങ്ങ് ഞങ്ങൾ തന്നിരിക്കുന്ന ഈ ദിവ്യ ആയുധങ്ങൾ. പ്രത്യേകമായും ഇന്ന് തിരുവൊത്തിരിയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഒത്തിരിയും യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ധരിച്ചുകൊണ്ട് ഇതിൽ എനിക്ക് സുരക്ഷിതത്വമുണ്ട്, അമ്മ എന്നെ സംരക്ഷിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഞങ്ങളോടുകൂടെ എന്നും അങ്ങുണ്ടായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.